എറണാകുളം പച്ചാളത്ത് യുവാവിനെ തലക്കടിച്ച് കൊന്ന കേസിൽ കുറ്റം സമ്മതിച്ച് പ്രതി സിനോഷ്. മദ്യപിക്കുന്നതിനിടെ സിനോഷ് മറ്റൊരു സുഹൃത്ത് രാജേഷിനെ മർദ്ദിച്ചു. ഇതിൽ അൽജൂഡ് ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണമെന്ന് മൊഴിയുണ്ട്. കൊലപാതകത്തിൽ മറ്റാർക്കും പങ്കില്ലെന്ന് പോലീസ് പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. സഹിൻ, ഈ പ്രതി കുറ്റം സമ്മതിക്കുകയാണ്. മറ്റു വിശദാംശങ്ങൾ എന്താകും? തീർച്ചയായിട്ടും പ്രതി കുറ്റം സംബന്ധിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇത് ഈ കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ളൊരു സംശയം പോലീസിന് ഉണ്ടായിരുന്നു. എന്തായാലും ഈ സംശയം പൂർണ്ണമായിട്ട് പോലീസിന് മാറിയിരിക്കുകയാണ്. ഈ പറയുന്ന പ്രതി സിനോഷ് പറയുന്നതനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ ദിവസം മദ്യപിക്കുമ്പോൾ സിനോഷ് മറ്റൊരു സുഹൃത്തായിട്ടുള്ള രാജേഷിനെ പിടിച്ച് മർദ്ദിച്ചു. ഇത് അൽജൂഡ് ചോദ്യം ചെയ്തു. അതായത് കൊല ചെയ്യപ്പെട്ട അൽജൂഡ് ചോദ്യം ചെയ്തു. ഇതേ തുടർന്ന് ഇരുവരും തമ്മിൽ വഴക്കാകുകയും അത് മർദ്ദനത്തിൽ കലാശിക്കുകയുമായിരുന്നു. അവിടെ ഇരുന്ന ഒരു ഫ്രൈ പാൻ ഉപയോഗിച്ചുകൊണ്ട് സിനോഷ് അൽജൂഡിൻ്റെ തലയ്ക്കടിക്കുകയും അവിടെ വെച്ച് അൽജൂഡ് നിലത്ത് വീഴുകയും ചെയ്തു. ബോധം നഷ്ടപ്പെട്ടെന്ന് കരുതി താൻ അൽജൂഡിനെ കട്ടിൽ കിടത്തുകയും പിന്നീട് തലയെല്ലാം തടയി കൊടുക്കുകയും എല്ലാം ചെയ്തിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ചെറിയൊരു മുറിവ് മാത്രമേ ഉള്ളൂ എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അത് അയാളുടെ മരണത്തിൽ കലാശിക്കുമെന്ന് കരുതിയില്ല എന്നുള്ളതൊക്കെയാണ് മൊഴി. എന്തായാലും മദ്യപിച്ചതിന് ശേഷം പിന്നീട് ഉറങ്ങിപ്പോയി. അതിനുശേഷമാണ് ഇത് കൊലപാതകമാണെന്ന് അല്ലെങ്കിൽ അൽജൂഡ് മരണപ്പെട്ടു എന്ന് മനസ്സിലാകുന്നത്. എന്തായാലും ഇപ്പോൾ സിനോഷാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെയാണ് ഈ മദ്യപാനത്തിനിടയിലുണ്ടായ തർക്കത്തെ തുടർന്ന് അൽജൂഡിനെ സിനോഷ് ഫ്രൈ പാൻ കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയത്.